നീ എങ്ങോട്ടായി ഓടുന്നത്? ഹരി മാളുവിനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. എനിക്ക് തോന്നിയിടത്തേക്ക് പോ. മാളു ഹരിയെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, എന്താ നിന്റെ എഞ്ചിനീയർ വരാമെന്ന് പറഞ്ഞോ? ഹരിയും പുച്ഛത്തോടെ ചോദിച്ചു. ഏത് എഞ്ചിനീയർ? മാളു ഒന്നും മനസ്സിലാകാതെ ഹരിയെ നോക്കി. അയ്യോ, നീ മറന്നുപോയോ? നിന്നെ കെട്ടാൻ പോകുന്ന ചെക്കനല്ലേ? ഹരി ഉള്ളി ചിരിച്ചുകൊണ്ട് മാളുവിനെ നോക്കി ചോദിച്ചു. ഓ ഗോഡ്, ഈ കാലിനതൊക്കെ ഓർമ്മയുണ്ടോ? മാളുവിന്റെ ആത്മ. ഹലോ. ഹരി അവൾക്ക് മുന്നേ വിരൽ ഞൊടിച്ചുകൊണ്ട് ചോദിച്ചു. എന്താ? മാളു ഞെട്ടിക്കൊണ്ട് ചോദിച്ചു. അല്ല, നിന്റെ എഞ്ചിനീയർ എന്താ പറയുന്നതെന്ന്. ഹരി ഒരു കളിയാക്കി ചിരിയോടെ ചോദിച്ചു. മലയാളം പറയുന്നു. മാളു ഹരിയെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. നന്നായി. ആ, അതൊക്കെ പോട്ടെ, താനെന്താ ക്ലാസ്സിൽ കയറാത്തെ? ഹരി ചോദിച്ചു. ഞാൻ കയറാറുണ്ടല്ലോ. ആള് പറഞ്ഞു. എന്റെ ക്ലാസ്സിൽ എന്താ കയറാത്തത് എന്നാ ഞാൻ ചോദിച്ചത്. ഹരി അല്പം ദേഷ്യത്തോടെ ചോദിച്ചു. എനിക്ക് കയറാൻ തോന്നിയില്ല. സ്കൂളൊന്നും അല്ലല്ലോ നിർബന്ധിച്ചു കയറ്റാൻ. മാളു പുച്ഛത്തോടെ പറഞ്ഞു. അതില്ല, ബട്ട് 75% അറ്റൻഡൻസ് ഉണ്ടെങ്കിലേ എക്സാം എഴുതാൻ കഴിയും. എന്റെ ക്ലാസ്സിൽ കയറാതെ വന്നാൽ ഞാൻ അറ്റൻഡൻസ് തരില്ല. അത് മാത്രമല്ല, തന്റെ വീട്ടിൽ ഞാൻ വിളിച്ചു പറയും. ഹരി പറഞ്ഞത് മാളു ഞെട്ടി. പോലെ ഒരു തരത്തിലും സമ്മതിക്കില്ല. വീണ്ടും മാളുവിന്റെ ആത്മ. എന്ത് തീരുമാനിച്ചു? ഹരി ഒരു പുച്ഛച്ചിരിയോടെ ചോദിച്ചു. ഞാൻ ക്ലാസ്സിൽ കയറിക്കോളാം. മാളു അവനെ പ്രായിക്കൊണ്ട് പറഞ്ഞു. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് മുതൽ ഉണ്ടാകണം. ഹരി താക്കിയതുപോലെ പറഞ്ഞു. മാളു അവനെ നോക്കാതെ മോളി. എന്നാ വാ, ഒരു ചായ കുടിക്കാം. എന്താ? ഹരി പറഞ്ഞത് കേട്ട് മാളു വിശ്വാസം വരാതെ ചോദിച്ചു. നിനക്ക് ചെവി കേൾക്കില്ലേ? ഹരി മാളുവിനെ ഓർപ്പിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. ഉണ്ട്. അപ്പൊ വാ. അവളുടെ ഭാവം കണ്ട് ചിരി വന്നെങ്കിലും അത് പുറത്തു കാണിക്കാതെ അവൻ അവളെയും കൂട്ടി നടന്നു. ദേവി, ഇങ്ങർക്ക് വട്ടായോ? മാളുവിന്റെ ആത്മ. ഹരിയും മാളു നേരെ ക്യാൻറ്റീനിലേക്ക് പോയി ഒരുമിച്ചിരുന്ന് ഓരോ ചായ കുടിച്ചു. മാളു അപ്പോൾ ഒന്നും വിശ്വസിക്കാനാവാതെ നിൽപ്പാണ്. വൈകുന്നേരം വാവുമര ചുവട്ടിലിരുന്ന് ഓരോന്നും സംസാരിക്കുവാണ് അഞ്ചാൾ. ഹരിയുടെ കാര്യം കേട്ട് മാളുവിനെ പോലെ തന്നെ ബാക്കി 4ന്റെയും കിളികൾ പാറി നിൽപ്പാണ്. ആക്ച്വലി ഏട്ടന് വട്ടാണോ അതോ അഭിനയിക്കുന്നതാണോ? ധ്രുവ താടിക്ക് വിരൽ വെച്ച് മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്തോന്ന്? ആഹു നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു. അല്ലാതെ പിന്നെ ഇതിനൊക്കെ ഞാൻ എന്താ പറയാനാ? ധ്രുവ പറഞ്ഞു. പോടാ, എന്റെ സാധനം വട്ടൊന്നുമില്ല. മാളു പറഞ്ഞു. എങ്ങനെ? എന്റെ സാറോ? നിനക്കിനി മതിയായില്ലേ? ഋതു ചോദിച്ചു. ഞാൻ ട്രൈ ചെയ്യാഞ്ഞിട്ടാണോ? ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുമ്പോ ഞാൻ എല്ലാം മറന്നു പോകും. മാളു വിഷമത്തോടെ പറഞ്ഞു. ആ, ഇനി സാറിന്റെ കയ്യിൽ നിന്ന് അടി കൂടി കിട്ടിയ പൂർത്തിയായി. ആഹു പറഞ്ഞു. പൊടി. മാളു അവളെ പുച്ഛിച്ചു തള്ളി. മാളു, നീ ഇപ്പോഴും ഏട്ടനെ സ്നേഹിക്കുന്നുണ്ടോ? ദേവി ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞ നുണയാകും. മറക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇനി ഒരിക്കൽ കൂടി സാറിന്റെ ജീവിതത്തിലേക്ക് ഞാൻ ചെല്ലില്ല. മാളു ഉറപ്പോടെ പറഞ്ഞു. 4 അവളെ നോക്കി ഒരു വാടിയ പുഞ്ചിരി സമ്മാനിച്ചു. അതൊക്കെ പോട്ടെ, ഓണം സെലിബ്രേഷൻ വരുക, നമുക്ക് ഡ്രസ് എടുക്കണ്ടേ? മാളു വിഷയം മാറ്റാൻ എന്നോണം പറഞ്ഞു. ശരിയാ, ഞാനും അത് ഓർത്തില്ല. ഋതു പറഞ്ഞു. എന്റെ ഇവിടുത്തെ ഫസ്റ്റ് ഓണം നമുക്ക് പൊളിക്കണം. ദേവി പറഞ്ഞു. ഡൺ. അപ്പൊ പറ, എന്താ പ്ലാൻ? ധ്രുവ് ചോദിച്ചു. ഡ്രസ് കോഡ് ആക്കിയാലോ? ആഹു പറഞ്ഞു. ഓക്കെ. എന്താ ആക്കുക? സെറ്റ് സാരിയാണോ? ഋതു ചോദിച്ചു. സാരിയോ? അതൊന്നും വേണ്ട, എനിക്ക് കൊടുക്കാനൊന്നും അറിയില്ല. ദേവി പറഞ്ഞു. പിന്നെ എനിക്കാണല്ലോ അറിയുന്നത്. ആഹുവാണ്. സാരി വേണ്ട, അതും ധാവണിയൊക്കെ ഞാൻ വെറുത്തുപോയി. മാളുവാണ്. അപ്പൊ എന്താ ആക്കുക? ധ്രുവ് ചോദിച്ചു. ആലോചിക്കാം. ദേവി പറഞ്ഞു. അതും പറഞ്ഞ് 4 ആലോചിക്കാൻ തുടങ്ങി. കിട്ടി കിട്ടി, എനിക്ക് കിട്ടി. ദിവി ചാടി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. നീ എന്താ പാട്ട് പാടുന്നു? കിട്ടി കിട്ടി, എനിക്ക് കിട്ടി. വെറൈറ്റി ആണല്ലോ. ധ്രുവ് അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഒന്ന് പോടാ, ചളിവാരി അറിയാതെ. നീ പറ ദേവി. ആഹു ചോദിച്ചു. നമുക്ക് ക്രോപ്പ് ടോപ്പ് ആൻഡ് സ്കർട്ട് ആക്കാം. ദേവി പറഞ്ഞു. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. ധ്രുവാണ്. അതായത് സെറ്റിന്റെ സ്കേർട്ടും പല കളറുള്ള ക്രോപ്പ് ടോപ്പ്. ദിവി പറഞ്ഞു. അത് കൊള്ളാം. ആഹു പറഞ്ഞു. ഞാൻ ഓക്കെയാണ്. ഋതുവും പറഞ്ഞു. ഞാനും. മാളുവും പറഞ്ഞു. അപ്പൊ ഞാനോ? ധ്രുവ സംശയത്തോടെ ചോദിച്ചു. നീ കുർത്തിയും ഉണ്ട്. ദേവി പറഞ്ഞു. ആ, ഡബിൾ ഓക്കെ. ധ്രുവ സമ്മതിച്ചു. അല്ല, നിനക്ക് എവിടെന്നാ ഈ ഐഡിയ കിട്ടിയേ? ആഹു ചോദിച്ചു. അത് പിന്നെ നമ്മുടെ അജ്ഞാതം പറഞ്ഞതാ. ദേവി ഇളിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും ബാക്കി 4 ഞെട്ടി. ഏട്ടൻ ഇതൊക്കെ അറിയാമല്ലേ? ആഹുവിന്റെ ആത്മ. രുദ്രേട്ടൻ തന്നെയാണോ പറഞ്ഞത്? ഋതുവിന്റെ ആത്മ. നീയൊക്കെ എന്താ ആലോചിക്കുന്നത്? അവരുടെ ആലോചന കണ്ടതും ദേവി ചോദിച്ചു. ഒന്നുമില്ല, അജ്ഞാതം ഒരു സംഭവം തന്നെയാണെന്ന് ഓർത്തതാ. മാളു പറഞ്ഞു. അതെ അതെ. ദേവി അവരെ 4 നോക്കി ഒന്ന് ചിരിച്ചു. അപ്പൊ അതൊക്കെ ആയി. നമുക്കൊരു ദിവസം ചെന്ന് ഡ്രസ് എടുക്കാം. ദിവ്യ പറഞ്ഞു. ഓക്കെ. പെട്ടെന്നാണ് ദിവ്യയുടെ ഫോൺ റിംഗ് ചെയ്യാൻ തുടങ്ങിയത്. അവൾ വേഗം ബാഗിൽ നിന്നും ഫോൺ എടുത്തു.
ആരാടി, അജ്ഞാതനാണോ? ആഹു ചോദിച്ചു. ഓടി, ഇതേതോ അൺനോൺ നമ്പറാണ്, ദിവ്യ പറഞ്ഞു. അതാരാ ഇപ്പോ? ഋതു ചോദിച്ചു. എന്തായാലും നീ കോൾ എടുക്ക്, മാള് പറഞ്ഞു. ദിവ്യ വേഗം കോൾ എടുത്ത് ചെവിയോട് ചേർത്തു. ഹലോ, ആരാ? ദിവ്യ ചോദിച്ചു. നീയോ? നീ എവിടെന്നാ? മറുവശത്ത് നിന്നും എന്തോ പറഞ്ഞത് ദിവ്യ വിടർന്ന കണ്ണുകളോടെ ചോദിച്ചു. ശരിക്കും? സത്യാണോ? വീണ്ടും അവിടെ നിന്ന് എന്തോ പറഞ്ഞത് ദിവ്യ അത്ഭുതത്തോടെ ചോദിച്ചു. ആ, ഞാൻ പറഞ്ഞോളാം, ഓക്കെ ബൈ. അയാൾ എന്തോ പറഞ്ഞതും അതിനും മറുപടി പറഞ്ഞുകൊണ്ട് ദിവ്യ കോൾ കട്ടാക്കി ബാക്കി 4നെ നോക്കി. 4ആളും ഒന്നും മനസ്സിലാകാതെ ഇരിപ്പാണ്. ആരാടി വിളിച്ചത്? ധ്രുവ ചോദിച്ചു. നിനക്കെന്താ തോന്നേ? ദിവ്യ അവനോട് മറുചോദ്യം ചോദിച്ചു. എനിക്കൊന്നും തോന്നുന്നില്ല, ധ്രുവ പുച്ഛത്തോടെ പറഞ്ഞു. എന്നാലും ഒരു ഗസ്? ദിവ്യ വീണ്ടും ചോദിച്ചു. നിന്റെ സന്തോഷം കണ്ടിട്ട് നിന്റെ അമ്മയുടെ നായരാണെന്ന് തോന്നുന്നു, ധ്രുവ കലിപ്പോടെ പറഞ്ഞു. പൊടെ വട്ടി. ദിവ്യയും കലിപ്പായി. രണ്ടൊന്ന് നിർത്തുവോ? ആരാ വിളിച്ചത്? ഋതു ചോദിച്ചു. ഇത് തന്നെയല്ലേ ഞാനും ചോദിച്ചത്? ധ്രുവാണ്. മിണ്ടാതിരിക്കടാ, ആഹു പറഞ്ഞു. ഓ, ധ്രുവ അവളെ പുച്ഛിച്ചു. എന്റെ ഒരു കസിനാണ് വിളിച്ചത്, ദിവ്യ പറഞ്ഞു. അതേതാ ഞങ്ങളറിയാത്തൊരു കസിൻ? ആഹു ചോദിച്ചു. അമ്മയുടെ ചേട്ടന്റെ മോൻ യുവി, ദിവ്യ പറഞ്ഞു. യുവി ഏട്ടനോ? ധ്രുവ കണ്ണുകൾ വിടർത്തിക്കൊണ്ട് ചോദിച്ചു. ദിവ്യ ഒന്ന് മൂളി. എന്നിട്ടാണോടി ഏറപ്പെ നീ എനിക്ക് ഫോൺ തരാതിരുന്നത്? ധ്രുവ അവളെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു. അതിനവൻ വേഗം കോൾ കട്ടാക്കിയില്ലേ, ദിവ്യ പറഞ്ഞു. വിഷമായി, ധ്രുവ സങ്കടം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. ഒന്ന് നിർത്ത്, എന്നിട്ട് കാര്യം ഡീറ്റെയിൽ ആയി പറ. മാളുവാണ്. ഡാ, അത് എന്റെ അമ്മയ്ക്കൊരു ഏട്ടനാണുള്ളത്. അവരുടെ മകനാണ് യുവദർശ് എന്ന യുവി. ആന്റിയും അങ്കിളും യുവിയുടെ ചെറുപ്പത്തിലേ മരിച്ചു, ഒരു ആക്സിഡന്റ്. പിന്നെ അവൻ വളർന്നത് അമ്മയുടെ അച്ഛനും അമ്മയ്ക്കും, അതായത് എന്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒപ്പമാണ്. ചെറുപ്പത്തിൽ ഇടയ്ക്ക് വീട്ടിൽ വരും, പിന്നെ എനിക്കൊപ്പം തറവാട്ടിലും വന്നിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ നല്ല പരിചയമാണ്, ദിവ്യ പറഞ്ഞു. ഓ പാവം, ആഹു പറഞ്ഞു. ആളെന്താ ചെയ്യുന്നേ? മാളു ചോദിച്ചു. യുവിയേട്ടൻ ഡോക്ടറാണ്, ന്യൂറോളജിസ്റ്റ്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഏട്ടൻ ഇവിടം വരെ എത്തിയത്. ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഡിഗ്രി തൊട്ട് പാർട്ട് ടൈം ജോലി ചെയ്താണ് പഠിച്ചത്. MBBS പഠിച്ചതും അങ്ങനെ തന്നെ. ചെന്നൈയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഡോക്ടർ ഒരാളാണ് ഏട്ടൻ, ധ്രുവ പറഞ്ഞു. എല്ലാവരും അവനെ നോക്കി ഒന്ന് ചിരിച്ചു. ദിവ്യയും ധ്രുവും യുവിയെ പറ്റി വാതോരാതെ പറയാൻ തുടങ്ങി. ബാക്കി 3 ഒരു ചിരിയോടെ എല്ലാം കേട്ടു. ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും ഋതുവിനുള്ളിൽ അവനോട് വല്ലാത്തൊരു ഇഷ്ടം വന്ന് നിറഞ്ഞു. ആളെങ്ങനെ, കലിപ്പനാണോ? ഋതു ചോദിച്ചതും ധ്രുവൻ ദിവ്യം പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ബാക്കി 3 ഇതെന്ത് കൂത്ത് എന്ന പോലെയാണ് നിൽപ്പ്. എന്റെ പൊന്നു മോളെ, ഇങ്ങനെ കോമഡി പറയല്ലേ, ദിവ്യ പറഞ്ഞു. ഇതിലെന്താ ഇത്ര കോമഡി? ഋതു നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു. എന്റെ ഋതു കാര്യമായിട്ടും ഡോക്ടറാണ്, പക്ഷെ കലിപ്പൊന്നുമല്ല. നമുക്ക് പറ്റിയ ഐറ്റാണ്, ബാക്കി വഴി അറിയാം, ധ്രുവ പറഞ്ഞു. അത് പോട്ടെ, പുള്ളി എന്തിനാ ഇപ്പൊ വിളിച്ചത്? ആഹു ചോദിച്ചു. അയ്യോ, അത് ഞാൻ മറന്നു. ചേട്ടൻ വരുന്നുണ്ട് ഇത്തവണ ഓണത്തിന് തറവാട്ടിലേക്ക്, ദിവ്യ പറഞ്ഞു. ശരിക്കും? ധ്രുവ ചോദിച്ചു. ആ, അത് പറയാനാ വിളിച്ചത്, ദിവ്യ പറഞ്ഞു. അപ്പൊ ഇത്തവണ ശരിക്കും പൊളിക്കുമല്ലേ? ധ്രുവ പറഞ്ഞത് ബാക്കി 4ഉം ചിരിച്ചു. ഋതുവിനുള്ളിൽ പറഞ്ഞറിയിക്കാനാവാത്തൊരു സന്തോഷം വന്ന് നിറഞ്ഞു. അന്നത്തെ ദിവസം ഒത്തിരി സന്തോഷത്തോടെയാണ് അവർ പിരിഞ്ഞത്. ഇതേ സമയം മറ്റൊരിടത്ത് വിജനമായ ഒരു പ്രദേശത്തോടു കൂടി നടക്കുകയാണവൻ. ചുറ്റും വലിയ മരങ്ങൾ വളർന്നു നിൽക്കുന്നു. കണ്ണുകൾ ആരെയോ പ്രതീക്ഷിക്കുന്നത് പോലെ ചുറ്റും തിരയുന്നുണ്ട്. പെട്ടെന്നൊരു വിളി കേട്ടതും അവൻ ആ ഭാഗത്തേക്ക് നോക്കി. തന്നെ പ്രണയത്തോടെ നോക്കി നിൽക്കുന്ന അവളെ കണ്ടതും അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. ആ കണ്ണുകളിൽ പ്രണയം നിറഞ്ഞു നിന്നിരുന്നു. ഒരു പുഞ്ചിരിയോടെ അവൻ അവൾക്ക് അടുത്തേക്ക് ചുവടുവെച്ചു. അവൾ 2 കൈകളും വിടർത്തി നിന്നു. പെട്ടെന്ന് അവൾക്ക് ചുറ്റും ഒരു പുകമറ വന്ന് നിറഞ്ഞു. അവർക്ക് പരസ്പരം കാണാൻ പറ്റാതെ അവനിൽ ഒരുതരം ഭയം ഉടലെടുത്തു. അല്പനേരം കഴിഞ്ഞത് പുകമറ പതിയെ നീങ്ങി. മുന്നോട്ട് നോക്കിയതും അവൾ നിന്നിടം ശൂന്യമായിരുന്നു. അവൻ വെപ്രാളത്തോടെ അവിടേക്ക് ഓടി. അവിടെ മുഴുവൻ കണ്ണോടിച്ചു. അവളെ കാണാതെ അവനിൽ ഭയം വന്നു മൂടി. നിലത്ത് അവളുടെ രക്തത്തുള്ളികൾ കണ്ടതും അവനിൽ ഭയം ഉളവായി. അവൻ നിലത്ത് മുട്ടുകുത്തിയിരുന്ന് ഉറക്കെ കരഞ്ഞു. ആ! രുദ്രൻ വേഗം ഞെട്ടി എഴുന്നേറ്റു. അവൻ നന്നായി വിയർക്കുന്നുണ്ടായിരുന്നു. വേഗം ലൈറ്റ് ഓൺ ചെയ്ത് ടേബിളിൽ വെച്ചിരുന്ന വെള്ളമെടുത്ത് കുടിച്ച് തിരികെ ബെഡിൽ വന്നിരുന്നു. കണ്ട സ്വപ്നത്തെക്കുറിച്ച് ഓർക്കുമ്പോഴും തന്റെ ശരീരം വിറയ്ക്കുന്നതും നെഞ്ചെടുപ്പ് ഉയരുന്നതും രുദ്രൻ അറിഞ്ഞു. എന്നാൽ അതിന്റെ പൊരുൾ എന്തെന്ന് അവന് മനസ്സിലായില്ല. ശക്തിയായി വാതിൽ മുട്ടുന്നത് കേട്ടാണ് അവൻ ബോധത്തിലേക്ക് വന്നത്. അവൻ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്ന രോഹിത്തിനെ, വിക്കിയെയും റോഷനെയും അവനൊന്ന് നോക്കി. എന്താടാ, നീ എന്തിനാ നിലവിളിച്ചത്? രോഹിത്ത് ചോദിച്ചു. ഒന്നുമില്ലടാ, ഞാനൊരു സ്വപ്നം കണ്ടതാ. രുദ്രൻ അതും പറഞ്ഞ് തിരികെ ബെഡിൽ ചെന്നിരുന്നു. സ്വപ്നമോ? രുദ്രൻ ഒന്ന് മോളി. എന്ത് സ്വപ്നം? റോഷനാണ്. അതെ, നീ ഇങ്ങനെ അപ്സെറ്റ് ആകാൻ മാത്രം എന്ത് സ്വപ്നമാ കണ്ടത്? വിക്കിയും ചോദിച്ചു.
രുദ്രൻ ഒരു ദീർഘനിശ്വാസം എടുത്ത് പതിയെ താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് അവരോട് പറഞ്ഞു. റോഷനും വിക്കിയും അവനെ വായും പൊളിച്ചു നോക്കി നിൽപ്പാണ്. നീ പെമ്പിള്ളേരെയൊക്കെ സ്വപ്നം കാണാൻ തുടങ്ങിയോ? വിക്കി ചോദിച്ചു. അവൻ ഇത്രയും പറഞ്ഞിട്ട് നീ അത് മാത്രമേ കേട്ടുള്ളൂ? രോഹിത്താണ്. വിക്കി അവനെ നോക്കി ചിരിച്ചു കാണിച്ചു. രുദ്ര, ഇത് നീ ഇത്ര ടെൻഷൻ ആകാൻ എന്താ? രോഹിത് രുദ്രനെ നോക്കി ചോദിച്ചു. അറിയില്ലടാ, പക്ഷെ ആ പെണ്ണ് അതെനിക്ക് പ്രിയപ്പെട്ട ആരോ ആണെന്ന് ഒരു തോന്നൽ. രുദ്രൻ പറഞ്ഞു. നീ അവളുടെ ഫേസ് കണ്ടോ? റോഷൻ ചോദിച്ചു. ഇല്ല, എനിക്ക് അവളുടെ കണ്ണുകൾ മാത്രമേ ഓർമ്മയുള്ളൂ. അവ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത് പോലെ. രുദ്രൻ പറഞ്ഞു. അളിയ, ഇനി അത് അവളാണോ? രോഹിത് പറയാറുള്ള നിന്റെ അമ്പലവാസിക്കുട്ടി. വിക്കി പറഞ്ഞതും രുദ്രൻ ഞെട്ടി അവനെ നോക്കി. അവന്റെ ഹൃദയമെടുപ്പ് വർദ്ധിച്ചു. ഇനി അവളാകുമോ? അതോ? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. രുദ്രന്റെ മുഖം മാറിയതും അവൻ അനുഭവിക്കുന്ന സംഘർഷാവസ്ഥ രോഹിതിന് മനസ്സിലായി. ആ മതി, ബാക്കി നാളെ സംസാരിക്കാം. ഇപ്പൊ കിടക്കാൻ നോക്ക്. സാഹചര്യത്തിന് അയവ് വരുത്താൻ എന്നതുപോലെ രോഹിത് പറഞ്ഞു. റോഷനും വിക്കിയും വേഗം പുറത്തേക്ക് ഇറങ്ങി. രുദ്രനോട് ഒന്നുമില്ലെന്ന് പറഞ്ഞു രോഹിത്തും എല്ലാവരും പുറത്തു പോയതും രുദ്രനും പുറത്തേക്ക് ഇറങ്ങി സ്റ്റെയറിൽ കയറി മുകളിലെ അടച്ചിട്ട റൂമിൽ കയറി. മൊത്തം വെള്ള പെയിന്റ് അടിച്ച ഒരു മുറിയായിരുന്നു അത്. നടുക്കായി ഒരു കിങ് സൈസ് ബെഡ്, അതും വെള്ള ബെഡ്ഷീറ്റ് കവർ ചെയ്തിരിക്കുന്നു. റൂമിലെ കർട്ടനെല്ലാം വെള്ള തന്നെയാണ്. ചുരുക്കം പറഞ്ഞ വെള്ളയിൽ മുങ്ങി നിൽക്കുകയാണ് ആ മുറി. രുദ്രൻ അകത്തേക്ക് കയറി ഡോർ ലോക്ക് ചെയ്തു. ബെഡിലേക്ക് വീണു. ഒരിക്കൽ കൂടി ആ സ്വപ്നം ഓർത്തെടുത്തു. മുന്നിലേക്ക് ദൃശ്യം വന്നതും അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു. ഇനി വിക്കി പറഞ്ഞതുപോലെ അത് നീ ആകുമോ പെണ്ണെ? പിന്നെന്താ, എനിക്ക് നിന്റെ മുഖം കാണാൻ പറ്റാതെ പോയത്? ഞാൻ അരികിൽ എത്തും മുമ്പേ എവിടേക്കാ പെണ്ണെ മാഞ്ഞു പോയത്? നിന്നെ ഞാൻ എന്റെ ജീവനായി കണ്ടുപോയി. ഇനി അത് മാറണമെങ്കിൽ ഞാൻ മരിക്കണം. ബെഡിൽ കിടന്നുകൊണ്ട് രുദ്രൻ പറഞ്ഞു. പൊടുന്നനെ അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റ് കട്ടം വെച്ച് മറച്ചിരിക്കുന്ന ചുവന്റെ മുന്നിൽ വന്ന് നിന്നു. പതിയെ അത് നീക്കിയത് പുഞ്ചിരിയോടെ നിൽക്കുന്ന ഒരു 13 വയസ്സുകാരിയുടെ മുഖം അവന് മുന്നിൽ തെളിഞ്ഞു വന്നു. അവൻ പുഞ്ചിരിയോടെ അവളുടെ ചിത്രത്തിൽ തലോടി. അവന്റെ ഫോണിലുള്ള ചിത്രം വലുതായി വരച്ചതായിരുന്നു അവിടെ. അവൻ പ്രണയത്തോടെ അതിലേക്ക് നോക്കി നിന്നു. പണ്ട് എന്റെ മനസ്സ് ഇടവഴിയിൽ നടന്നു നീങ്ങിയ പ്രണയമായിരുന്നു പെണ്ണെ നീ. കനവുകളിൽ തോരാതെ പെയ്ത മഴയായിരുന്നു നീ. നിന്റെ കണ്ണെന്ന ചൂണ്ടയിൽ വീണുപോയതാണ് ഞാൻ. നിന്റെ ചുംബനത്തിന്റെ രസക്കൂട്ട് എന്തെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് എന്റെ ഓരോ പുലരിയും. പ്രണയമെന്ന രുചിയുള്ള വിഭവം വിളമ്പിയത് നിന്റെ മിഴികളാണ്. നീ എന്റെ ജീവിതമാണെന്ന് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം നീ എന്റെ ജീവനാണെന്ന് പറയാനാണ്. അറിയുന്നുണ്ടോ പെണ്ണെ നീ എന്നെ? രുദ്രൻ ആ ചിത്രം നോക്കി പറഞ്ഞു. ഏറെ നേരം പ്രണയത്തോടെ അത് നോക്കി നിന്ന ശേഷം അവൻ പുഞ്ചിരിയോടെ ബെഡിൽ കിടന്ന് പതിയെ നിദ്ര പുൽകി. ഇതേ സമയം ഉറങ്ങാതെ ഇരിപ്പായിരുന്നു ദിവ്യയും. താൻ കണ്ട സ്വപ്നത്തിന് അർത്ഥതലങ്ങൾ തിരയുകയായിരുന്നു അവൾ. ദിവസങ്ങൾ പതിയെ മുന്നോട്ട് പോയി. 2 ദിവസം കഴിഞ്ഞ കോളേജ് ഓണ സെലിബ്രേഷൻ ആണ്. എല്ലാവരും അതിന്റെ തിരക്കിലാണ്. ഇതിനിടെ പിള്ളേര് ചെന്ന് ഡ്രസ്സൊക്കെ എടുത്തു. രുദ്രനും ടീമും ഒരാഴ്ച സസ്പെൻഷൻ കഴിഞ്ഞ പ്രോഗ്രാമിന്റെ അന്ന് എത്തുമെന്നാണ് വിവരം. സ്വപ്നത്തെക്കുറിച്ച് പിന്നീട് ഒന്നും പറഞ്ഞില്ലെങ്കിലും അത് രുദ്രന്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. ഹരിയുടെ ഭീഷണി പേടിച്ച് മാള് ക്ലാസ്സിൽ കയറാൻ തുടങ്ങി. പക്ഷെ ചെക്കനെ ഒരു മൈൻഡ് ഇല്ല. ഹരി അവളുടെ ഓരോ ഭാവം ആസ്വദിക്കുകയാണ്. ആഹുവും ജിത്തും ഇതുവരെ ഇഷ്ടം പരസ്പരം തുറന്നു പറഞ്ഞിട്ടില്ല. ഹരിയെ കാണാനെന്ന വ്യാജനെ ജിത്തു ഇടയ്ക്കിടയ്ക്ക് കോളേജിൽ സന്ദർശിക്കുന്നുണ്ട്. ഉദ്ദേശം ആഹു ആണെന്ന് എല്ലാവർക്കും അറിയാം. അവന് കൂട്ടിന് വരുണും ഉണ്ടാകാറുണ്ട്. പിള്ളേര് വരുണുമായി ഇപ്പോൾ നല്ല കമ്പനിയാണ്. വരുണിന് പിള്ളേര് സെറ്റ് ഒരാളെ നോട്ടയില്ലാതില്ല. ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടും ആൾക്ക് മാത്രം കത്തിയിട്ടില്ല. ഫ്രീ ടൈമിൽ എല്ലാം ഋതു യുവിയെ പറ്റി പറയും. അവനെ പറ്റി ഓരോ കാര്യങ്ങൾ പറയുന്നതനുസരിച്ച് അവൾക്ക് അവനോട് വല്ലാത്തൊരു അടുപ്പം തോന്നി തുടങ്ങിയിരുന്നു. അവളെപ്പോലെ തന്നെ ആഹു മാളു അവനെ കുറിച്ച് അറിയാൻ താല്പര്യം കാണിക്കുന്നതിന് ഋതുവിന്റെ മാറ്റം അവരാരും അത്ര ശ്രദ്ധിച്ചില്ല. പതിവ് പോലെ വാകച്ചോട്ടിൽ ഇരിപ്പാണ് 5 ആളും. ദിവി മെസ്സേജ് കോൾ വരാത്ത വിഷമത്തിലാണിപ്പോൾ. ബാക്കി 4 എന്തൊക്കെയോ കാര്യമായി പറയുന്നുണ്ട്. ഡി, ഋതുവേട്ട എപ്പോഴാ വരിക? ധ്രുവ ആഹുവിനോട് ചോദിച്ചു. അവന്റെ ചോദ്യം കേട്ടതും ഓരോന്ന് ആലോചിച്ചിരുന്ന ദിവി അവനെ ഒന്ന് പൂർപ്പിച്ചു നോക്കി. അവൻ അവളെ നോക്കി നന്നായി ഒന്ന് ഇളിച്ചു കാണിച്ചു. കൃത്യം അറിയില്ലടാ, എന്തായാലും ഓണാഘോഷത്തിന് അവർ ഇവിടെ ഉണ്ടാകും. ആഹു പറഞ്ഞു. ആ, അത് മതി. ഏട്ടയില്ലാതെ എന്താഘോഷം? ഋതുവും പറഞ്ഞു. നിനക്കൊന്നും വേറെ ഒരു കാര്യവും പറയാനില്ലേ? ഒരു രുദ്രേട്ടൻ. അതും പറഞ്ഞ് ദിവി അവിടെ നിന്ന് പോയി. ഇവൾക്ക് വട്ടായോ? മാളു ദിവി പോയ വഴിയെ നോക്കി പറഞ്ഞു. അത് രുദ്രേട്ടന്റെ കോളും മെസ്സേജും ഒന്നും വരാത്തത് കൊണ്ടാ. ധ്രുവ പറഞ്ഞു. ആ, ബെസ്റ്റ്. ഏട്ടനാണെന്നറിഞ്ഞ് ഇനി എന്താണാവോ? ആഹുവാണ്. അതിനെല്ലാവരും ഒന്ന് ചിരിച്ചു. പിന്നെ ദിവ്യക്ക് പുറകെ ഓടി.